ഹലോ ഗേയ്സ്, നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ പൊങ്കൽ ആഘോഷിച്ചേക്കാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത റൂമിൽ ഒരു തമിഴ് ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒപ്പം നമ്മൾ ഈ വില്ലക്കാരെല്ലാവരും കൂടിയിട്ട് പൊങ്കൽ ആഘോഷിച്ചേക്കാണ് കേട്ടോ. ഇവിടെ അടുപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ഇട്ട് കത്തിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ സ്റ്റൗവിലാണ് ചെയ്യണത്. അപ്പോൾ അരി കഴുകിയിട്ടുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. എല്ലാവരും നല്ല ആകെ 2-3 ഫാമിലി ഉള്ളൂ, പക്ഷേ നല്ല സ്നേഹത്തിലാണ്. അപ്പോൾ എല്ലാവരും കൂടി നല്ല അടിച്ചു പൊളിച്ചു കേട്ടോ. ഇതെന്തിനാ അച്ചു കഴിഞ്ഞത് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ പൊങ്കൽ എന്ന് പറയണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് തിളച്ചിട്ട് ഒരു തുള്ളി 2 തുള്ളി അങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴാണ് കേട്ടോ പറയുക. അങ്ങനെ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അരി അതിലേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതിങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിള്ളേരെ 2 ഫോട്ടോ എടുത്ത് വരുമ്പോഴേക്കും ഇവിടെ പൊങ്കലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നാളികേരവും വെല്ലവും പിന്നെ ശർക്കരയും അതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയത്. ഈ വെല്ലം എന്ന് പറയുന്നത് രണ്ടാണെന്ന് ഇവിടെ വന്നപ്പോഴാട്ടോ മനസ്സിലായത്. ഈ ശർക്കരേൻ്റെ ആദ്യത്തെ ഫോമാണ് കേട്ടോ വെല്ലം എന്ന് പറയുന്ന ഒരു ഇത്തിരി കൂടി ക്രീമി ആയിട്ട് ഒരു ബട്ടർ ഒരു ടൈപ്പ് ഇതാണ് കേട്ടോ ഈ സംഭവം വെല്ലം. പിന്നെ കുറച്ച് കാഷ്യൂ മുന്തിരിയൊക്കെ കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, നെയ്യ് ചൂടാക്കിയിട്ട്. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഷുഗർ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷേ ഞാൻ നന്നായി കഴിച്ചു കേട്ടോ ഇതൊക്കെ. പിന്നെ നമ്മളറിയാത്ത പോലെ ഈ അടുപ്പിൽ എന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടത് അതിൻ്റേതായ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ചുറ്റും കുറച്ച് പൂക്കൾ, മഞ്ഞൾ, അവർക്ക് മഞ്ഞൾ, പിന്നെ കരിമ്പ്, അതൊക്കെ അങ്ങനെ അതിൻ്റേതായ ലുക്കിൽ അവർ പറയണതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ തമിഴ് ഫാമിലി എന്ന് പറയുന്നത് സാവിത്രി മാം ടീച്ചറാണ് കേട്ടോ. ഇതിൽ നമ്മുടെ അപ്പുറത്തെ നെയ്ബേഴ്സായ അപർണയും അജീഷും കൂടിയിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്യണത്. മാം പറയണതിനനുസരിച്ച് ഞാനാണ് ഇതൊക്കെ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പിള്ളേർ അവിടെ കളിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെക്കണം എന്നാണ് കേട്ടോ അതിൻ്റെ ഒരു രീതി. അപ്പം നമ്മളെല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ വിഷുവിന് കണി വെക്കില്ലേ അതേപോലെ തോന്നുന്നു കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ അവിടെ കൊണ്ടുവച്ച് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഈ പഴവും ശർക്കരയും അങ്ങനെ എന്തൊക്കെയോ കൂട്ടിയിട്ട് അപർണ അവർ പറഞ്ഞ പോലെ പഞ്ചാമൃതം മിക്സ് ചെയ്തിട്ടാ. അപ്പോൾ ആ പഞ്ചാമൃതം ഇതിൻ്റെ പൊങ്കലിൻ്റെ മുകളിൽ കുറച്ച് ഒഴിക്കണം. പിന്നെ ഒരു ശർക്കരയും വെച്ചിട്ടുണ്ട്, ഒരു പീസ് ശർക്കരയും. അങ്ങനെ പരിപാടി കഴിഞ്ഞു. ഇനി ചറപറാന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ളതൊക്കെ വാരിയെടുത്ത് തിന്നാതാണ് കേട്ടോ മെയിൻ പരിപാടി. അപ്പം അതിന് പിള്ളേരൊക്കെ റൗണ്ടായിട്ട് ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ടീച്ചർ, ഇവിടെ ഒലിവ് സ്കൂളിലത്തെ ടീച്ചറാണ് കേട്ടോ. അങ്കിളും ആൻറ്റിയും പിള്ളേരും നൈബേഴ്സും എല്ലാവരും നല്ല, നമ്മൾ പിന്നെയും പറയണത് നമുക്ക് ആ ഒരു സന്തോഷം അത്രയും കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു ഫാമിലിയാണ് മാഷാല്ലാ. അപ്പോൾ എല്ലാ പിള്ളേരും ഇതവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. സുഹൃത്തൊക്കെ സുഹൃത്തിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് കഴിക്കുകയാണ്. പിന്നെ പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഡാൻസും പാട്ടും നല്ല കളിയും ചിരിയും ഒക്കെ ആയിരുന്നു കേട്ടോ.
അപ്പോൾ അതിനാൽ മെഴുകുതിരി ഊതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് വീണ്ടും കത്തിച്ചിട്ട് വീണ്ടും ഊതിപ്പിച്ച് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് അവരുടെ വക ട്രീറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇത്താത്താസിലാണ് പോയത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ ഇൻഷാ അല്ലാ ഈ മാസം ഈ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യും, ഈ വില്ലയിൽ നിന്ന്. സത്യം പറഞ്ഞാൽ കുറച്ച് സങ്കടം ഉണ്ട് കേട്ടോ. കാര്യം ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലീനെ വിട്ട് പോവാന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ട്. കാര്യം എബ്രോഡിലൊക്കെ ഇവരൊക്കെ തന്നെയാണല്ലോ നമ്മുടെ ഫാമിലി. അതിൻ്റെ കൂടിയും ഭാഗമായിട്ട് എല്ലാവരും കൂടിയിട്ട് കൂടാൻ പറ്റി, ഹാപ്പി. അതേപോലെ അങ്കിളിനും ആൻറ്റിക്കും ഇവരോടും എല്ലാവരോടും നമ്മൾ നല്ല സന്തോഷം, സ്നേഹം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.